ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് വെച്ചിട്ട് കുറേയായി പോസ്റ്റ് ആക്കണം എന്ന് വിചാരിക്കുന്നത്. പക്ഷെ സം റീസൺ കാരണം എനിക്ക് പോസ്റ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ വേറെ ഒന്നല്ല, ഓരോരോ പേഴ്സണൽ കാര്യം. ഇത് തമ്മിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാനൊരു 6 മന്ത് മെറ്റർനിറ്റി ലീവ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡ്യൂട്ടിക്ക് പോകുന്നൊരു വീഡിയോ. ഇത് എനിക്ക് എടുക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായ വീഡിയോ. എന്താന്ന് പറഞ്ഞെങ്കിൽ ഈ ഒരു ഡേ ഞാൻ അനുഭവിച്ചൊരു ടെൻഷൻ ഉണ്ട്. അത് ഈ മെറ്റർനിറ്റി ലീവും കുഞ്ഞുങ്ങളെ വിട്ടിട്ട് പോകുന്ന ഉമ്മമാർക്ക് എല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ കേൾക്കും, എന്തിന് ഇത്ര കഷ്ടപ്പെട്ടിട്ട് പോകണം, മിണ്ടാ തടങ്ങിയിട്ട് പിള്ളേരെ നോക്കിയിട്ട് പൊരലിരുന്നൂടെന്ന് പറയാനാർക്ക് എന്ത് വേണം കഴിയും, എന്ത് വേണമെങ്കിൽ പറയാലോ. ബട്ട് ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാം വലിച്ചിട്ട് അങ്ങനെ എറിഞ്ഞിട്ട് പോകാൻ കഴിയില്ല. ഈ ജോബ് കിട്ടാനും ഞാൻ മുമ്പ് കുറേ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്ക് കിട്ടിയൊരു ജോബ്. എല്ലാത്തിനും അതിൻ്റെതായ കുറച്ച് കഷ്ടപ്പാടലുണ്ട്. എന്തും ഞങ്ങൾക്ക് ഈസി ആയിട്ട് നേടാൻ കഴിയില്ല. ഇപ്പോൾ എത്രയോ ആണുങ്ങൾ പുറത്തൊക്കെ പോയിട്ട് എത്രയോ ആൾ ജോബ് എടുക്കുന്നുണ്ട്. ഉമ്മാനെ, പെങ്ങന്മാരോ, വൈഫിനെ, മക്കളൊക്കെ വിട്ടു പോയിട്ട് എടുക്കുന്നവരില്ലേ. അവരെല്ലാം ഇതേപോലെ ഓരോ ഫീലിങ്സ് അനുഭവിച്ചിട്ട് തന്നെയല്ലേ ഓരോ ആൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. അപ്പോൾ അവരവർക്ക് എത്ര വിഷമം ഉണ്ടാവും. അതേപോലെ എല്ലാ കാര്യത്തിനും ഞങ്ങൾ അങ്ങനെ ആക്കാൻ കഴിയില്ല, ഇങ്ങനെ ആക്കാൻ കഴിയില്ല, ഒന്നും ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല. എല്ലാത്തിനും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. അവരെ കുറ്റപ്പെടുത്തുന്നേക്കാൾ ഞങ്ങൾക്ക് അവരെ ഒന്നിച്ചിട്ട് സപ്പോർട്ടാക്കാം. അത് വലിയൊരു സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഏതുമ്മമാരും ആഗ്രഹിക്കലാണ് ഞങ്ങൾ കുഞ്ഞുങ്ങളിങ്ങനെ ആൾക്കിട്ട് പോകാൻ. ഓരോരോ സാഹചര്യം കൊണ്ട് അങ്ങനെ ആയിപ്പോകുന്നത്. ഞങ്ങൾക്ക് എത്ര ഇമ്പോർട്ടൻറ്റ് ഫാമിലി അത്ര തന്നെ ഇമ്പോർട്ടൻറ്റ് പണിയും. അങ്ങനെ ഞാൻ രാവിലെ എല്ലാം തട്ടിക്കൂട്ടി എല്ലാം ഒപ്പിച്ച്, പിന്നെ കുഞ്ഞിക്ക് ഫുഡെല്ലാം അവരുണ്ടാക്കാനെന്നല്ല എൻ്റെ സാറ്റിസ്ഫൈഡിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയിട്ട് പോകുന്നത്. ഫസ്റ്റ് ഡേ പോകുമ്പോൾ ഭയങ്കര ടെൻഷൻ, ഏതാക്കണം എന്നറിയില്ല. എല്ലാം തട്ടിക്കൂട്ടി ഞാനാക്കി. ആക്കിയിട്ട് വെച്ചെങ്കിൽ എനിക്കൊരു സാറ്റിസ്ഫൈഡ്, ഞാൻ ഉണ്ടാക്കി കുഞ്ഞിനുണ്ടാക്കിയിട്ട് വന്നല്ലോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ റെഡിയായി. അപ്പോൾ 2 പിള്ളേരും നല്ല ഉറങ്ങുന്നുണ്ട്. മെല്ലെ ലൈറ്റും ഓഫാക്കിയിട്ട് ഡോറും ക്ലോസ് ആക്കിയിട്ട് ഞാൻ പോകുമ്പോൾ എല്ലാം എനിക്ക് ഇതേ പറയാനുണ്ട്. എന്താവും കുഞ്ഞ് കേൾക്കുമോ, കരയില്ലേ, എന്താക്കും. എനിക്കറിയില്ല ഈ ഒരു ഡേ എങ്ങനെ പോകുന്നു. അത്രയും ഞാൻ ടെൻഷനിലുള്ളൊരു ഡേ ആണിത്. ഞങ്ങൾക്ക് മെറ്റർനിറ്റി ലീവ് കഴിഞ്ഞിട്ട് അവർ ഡേറ്റ് തരും. ആ ഡേറ്റിൽ ജോയിൻ ആവാൻ തന്നെ മസ്റ്റാത്. അല്ല, ആ ഡേ വിട്ടിട്ട് നെക്സ്റ്റ് 1 മന്ത് കഴിഞ്ഞിട്ട് വരാം, അല്ലെങ്കിൽ ഒരു 15 ഡേയ്സ് കഴിഞ്ഞിട്ട് വരാം, ഒന്നും പറയാനില്ല. അതിൻ്റെ ശേഷം വേണമെങ്കിൽ ലീവ് എടുക്കാം. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. പിന്നെ ഞാൻ കൈ കൊണ്ടുപോലും തൊടാത്ത മാസങ്ങളായ സ്കിൻ കെയർ എല്ലാം ഞാൻ പുറത്തെടുത്ത്. അപ്പോൾ എനിക്ക് സഡനിൽ പോകേണ്ടി വന്നു ഒരു 7.5 മന്തിൽ. അതുകൊണ്ട് എൻ്റെ ഐറ്റംസൊക്കെ എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. അതെൻ്റെ പേഴ്സണൽ ഡോർ സംഭവം ഉണ്ടായി. അങ്ങനെ ID കാർഡെല്ലാം ഇട്ട് ആപ്രോണൊക്കെ ഇട്ടിട്ട് റെഡിയായി. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു 7.5 മന്തിൽ പോയതാണ്. പോകുമ്പോൾ ഞങ്ങൾക്കൊന്നും എടുത്ത് വെക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് പോയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എവിടെ ഉണ്ടെന്ന് അറിയാം. സത്യം പറഞ്ഞാൽ 6 മാസമല്ല, കുഞ്ഞ് വന്ന് 6 മാസം, അതിന് മുമ്പ് 1.5 മന്തും, ടോട്ടൽ 7.5 മന്ത് ഞാൻ ലീവായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫില്ലപ്പ്, കുറച്ച് ഫോം ഫില്ലെല്ലാം ആക്കാണ്ട് റീജോയിൻ ആയത്. ആ ഫോമെല്ലാം ഫില്ലാക്കിയിട്ട് ഞാൻ HR ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കാനുണ്ട്. HR ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് അതൊക്കെ കൊടുത്തിട്ട് വന്ന്. കുറേ നാളായില്ലേ, 7 മന്ത് കഴിഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രൊസീജിയറെല്ലാം ഉണ്ടായി, കുറച്ച് ഫോംസ് അങ്ങനത്തെ എല്ലാം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്ക് ലഞ്ച് രാവിലെ എണിച്ചിട്ട് ഒരു ബോധമില്ലാത്തൊരു ബോധം ഞാൻ ഉണ്ടാക്കിയതാണ്. എന്തെങ്കിലും കൊണ്ടുവരണല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയ റൈസും കറിയെല്ലാം. കറി ഓൾറെഡി ഉണ്ടായി, റൈസ് ഞാനും പിന്നെ ചിക്കൻ ഫ്രൈ എല്ലാം. പിന്നെ ഫസ്റ്റ് ഡേ അല്ലേ, അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എല്ലാം ഒരു ടച്ച് ഇട്ടതല്ലേ. ഈ വീഡിയോ എഡിറ്റ് ആക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന് ഇത്രയും ലൈറ്റിങ്സ് കുറവായിരുന്നു. എനിക്കറിഞ്ഞില്ല ഇത്രയും ലൈറ്റിങ്സ് ഇല്ലയെന്ന്. ഇത് ഇരുട്ടത്തല്ല ഞാൻ പണിയെടുക്കുന്നത്, എൻ്റെ മൊബൈലിന് എന്തോ ലൈറ്റിങ്സ് പ്രശ്നം ഉണ്ടായിന്. അങ്ങനെ തട്ടി മുട്ടിയിട്ട് ആ ഒരു ഡേ ഞാൻ കംപ്ലീറ്റ് ആക്കി. ഒരു 5 മണിയാകുമ്പോൾ ഹസ്ബൻഡും കുഞ്ഞുങ്ങളും കൂട്ടിയിട്ട് വന്ന്. ഐ എം സോ ഹാപ്പി. അപ്പോൾ അൽഹംദുലില്ലാ കുഞ്ഞിനെ കൊടുത്തിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ അന്ന് ഞാനൊരു 6 o'clock ഡ്യൂട്ടി, 5:30 ഒരു ½ hour ഞാൻ മുന്നേ തന്നെ പോയി. മോൾക്ക് ഞാൻ ഫീഡെല്ലാം ആക്കി. അവൻ ഓക്കെ ആയിരുന്നു, വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമായി. ഈടുന്നാണ് എൻ്റെ ഡ്യൂട്ടി ഞാൻ സ്റ്റാർട്ടാക്കി. ഇപ്പോൾ കണ്ടിന്യൂ ഞാൻ ഡ്യൂട്ടിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ മോൾക്ക് 1 വയസ്സാവാനായി, അടുത്ത മാസം 1 വയസ്സാവും. ഈ ടെൻഷൻ പിടിച്ചിട്ട് ഇങ്ങനെ അവസാനിച്ച് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.